ലോക ജലദിനത്തിൽ കുടിവെള്ളം ജീവജലം എന്ന പുസ്തക പ്രകാശനവും അവാർഡ് വിതരണവും നടത്തി. കേരള പാലിയേറ്റീവ് കെയർ ഇനീഷ്യേറ്റീവിന്റെ 15ാമത് വാർഷികവും മീഡിയ വിഭാഗമായ മൺഡേ വിഷൻ ന്യൂസ് ചാനലിന്റെ സംയുക്ത വാർഷികവും ലോക ജലദിനമായ മാർച്ച് 22-ന് നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സെക്രട്ടറിയും രചന പബ്ലിക്കേഷൻ ചെയർമാനുമായ കെ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. മീഡിയ വിഭാഗത്തിന്റെ 3ാമത് വാർഷികം ഡോക്ടർ എബ്രഹാം കരിക്കം നിർവഹിച്ചു. കേരള പാലിയേറ്റീവ് കെയർ ഇനീഷ്യേറ്റീവ് പ്രസിഡന്റ് പ്രൊഫസർ ജോൺ കുരാക്കാർ അധ്യക്ഷത വഹിച്ചു. പുസ്തക പ്രകാശനവും ലോക ജലദിനാചരണവും ഡോക്ടർ റോയി കുഞ്ഞപ്പി നിർവഹിച്ചു. യോഗത്തിൽ വെച്ച് അഞ്ചൽ പാറക്കാട്ട് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ അരവിന്ദ്, അരീക്കൻ ആയുർവേദ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സ്മിത് കുമാർ, ജീവകാരുണ്യ പ്രവർത്തകൻ അലക്സ് മാമ്പുഴ എന്നിവർക്ക് 2025-ലെ പാലിയേറ്റീവ് അവാർഡുകൾ നൽകി. സമ്മേളനത്തിൽ വെച്ച് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അനിത ഗോപൻ, രാഷ്ട്രപതിയിൽ പോലീസ് മെഡൽ നേടിയ ഡിവൈഎസ്പി എം ജോസ് എന്നിവർക്ക് അവാർഡ് നൽകി ആദരിച്ചു. സമ്മേളനത്തിൽ നീലേശ്വരം സദാശിവൻ, മാതാ ഗുരുപ്രിയ, ഡോക്ടർ സുനിൽ കുമാർ, കുഞ്ഞച്ചൻ പരുത്തിയറ, അശോക് കുമാർ, ഡോക്ടർ ശശികുമാർ, ഡോക്ടർ ബാലൻ നായർ, അഡ്വക്കേറ്റ് സാജൻ, ഡോക്ടർ വെള്ളിമൻ നെൽസൺ, സാബു നെല്ലിക്കുന്നം, സജി ചേരൂർ എന്നിവർ പ്രസംഗിച്ചു. റെഞ്ചി മൈലം പാലിയേറ്റീവ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. സാം കുരാക്കാർ, വൈഷ്ണവി, തങ്കച്ചൻ അഞ്ജനം, ജോർജ് കെ എന്നിവരുടെ ഗാനസദ്യയും നടത്തി. ലോക സമാധാന പ്രമേയം, ജലപ്രതിജ്ഞ എന്നിവരുടെ കരീപ്ര രാജേന്ദ്രൻ, ഡോക്ടർ റോയി കുഞ്ഞപ്പി എന്നിവർ ചൊല്ലിക്കൊടുത്തു. ജലപ്രതിജ്ഞ. ജലം അമൂല്യമാണ്. ജലം ഒരു മനുഷ്യാവകാശം കൂടിയാണ്. ജലം മലിനമാക്കാതെ സൂക്ഷിക്കുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. ജലം പാഴാക്കാതെ സൂക്ഷിക്കുവാനും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുവാനും ഞാൻ എന്നാൽ കഴിയുന്നത് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുമെന്ന് വാക്കുതരുന്നു. ജലസ്രോതസ്സുകളിലും റോഡ് വക്കുകളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ശീലം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് ഈ ജലദിനത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ.